പിണറായി വിജയന്റെ ഓഫീസിലെ ശിവശങ്കറും നമ്മുടെ സ്വപ്ന സുരേഷും എല്ലാം സ്വർണ്ണക്കടത്തിലൊക്കെ ഇടപെട്ടിരുന്ന കാലത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് അത് പിണറായി വിജയന് പങ്കുണ്ടെന്നാണ്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അത് ഉണ്ടായിരുന്നതാണ്. ഇല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ IAS-കാരനായ ഒരു സെക്രട്ടറിക്ക് ഒരു ഇങ്ങനെയുള്ള കറപ്ഷനിലും ഇൻഡൽ ചെയ്യാൻ പറ്റത്തില്ല മാസീവ് സ്കെയിലിൽ. അപ്പം അന്ന് പിണറായി ഇപ്പോൾ ഉള്ള നമ്മുടെ VD സതീശന്റെ കൂടെ ഒരു കുടക്കീഴിൽ ഒന്നിച്ചൊരു പായൽ ഉറങ്ങുന്നവർ ആണ് ഇപ്പോൾ മയക്കുമരുന്ന് കേസിലും മറ്റേ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയിൽ പിടിച്ചിരിക്കുന്ന കാസർഗോഡ്. മുഹമ്മദ് ഹുസൈൻ, അബ്ദുൽ സലാം, ഇവർ ലഹരിക്കെതിരായിട്ടുള്ള തൂഫാനിലെ ജാഥ ക്യാപ്റ്റന്മാരായിരുന്നു. എങ്ങനെയുണ്ട്? ഇതാ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകില്ലാത്തൊരു കാര്യം. നമ്മൾ എന്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാചകം അടിക്കുന്നത് നമ്മളായിരിക്കും അതിന് പുറകുള്ളത്. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസ് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ മദ്യവിരുദ്ധ സമരം നടത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജാഥ വിളിച്ച് നടക്കുന്നവരെ അതാ വലിയ മദ്യപന്മാർ എന്ന് പറഞ്ഞാലാണ് ഈ മന്ത്രിമാരോട് ഇവർ അധികാരങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ. അതുകൊണ്ടാണ് ഈ പിള്ളേർ സ്കൂളിലുള്ളവരും അല്ലാത്തവരും ഒക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസ് വിളിച്ച് പറയും. പോലീസ് വിളിച്ച് ഇവർ സ്കൂളിൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഇത് ആരെ പറ്റിയാണോ പറഞ്ഞാൽ അവരിവിടെ വന്ന് ആക്രമിക്കും. കാരണം അന്നേരം തന്നെ അവിടുന്ന് ഇൻഫർമേഷൻ പോയി ഇന്നൊരു നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VD സതീശന്റെ കൂടെ നടക്കുന്നവർ ലഹരി മരുന്നിന് വിൽപ്പനക്കാരാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? VD സതീശനും പങ്കുണ്ട്. ഇപ്പം VD സതീശന് ഒതുക്കാൻ പറ്റിയ ഇത് കണ്ടുപിടിച്ചതാരാ? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുമ്പേ അറിയാമായിരുന്നിരിക്കണം ഈ സതീശനോട് ഒട്ടിച്ചേർന്ന് നടക്കുന്ന വീരന്മാർക്കൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപാരമുണ്ടെന്ന്. അന്ന് അവരെ പിടിക്കാൻ വേണ്ടിയായിരിക്കും ഈ തൂഫാൻ തന്നെ ജന്മമെടുത്തത്, ഈ ഐഡിയ തന്നെ. പിന്നെ ഇതിൻ്റെ പുറകെ ഇത്ര ആവേശത്തോടെ പോകുന്നു, അത് തന്നെയാണ്. ഇനിയിപ്പോൾ VD സതീശൻ്റെ എതിരെ എന്തെല്ലാം ബാഡ് മാർക്കുകൾ ഇപ്പം വരാം. ഹെലികോപ്റ്റർ യാത്ര, പ്രളയക്കെടുതി നടക്കുമ്പോൾ സദ്യ ഊണ്, പിന്നെ ടാറ്റ കമ്പനിയുടെ 10,000 കോടി, വ്യവസായിയെ കാണാൻ സീക്രട്ടായി ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് പോയി. ഇങ്ങനെ അയാളുടെ പേരിൽ വരാത്തൊന്നുമില്ല. ഇത് തന്നെ വരുമെന്ന് ഞാൻ ഒരു കൊല്ലം മുമ്പേ പറഞ്ഞതാണ്. സതീശൻ പിണറായിയുടെ തന്തയാകാൻ യോഗ്യനാണെന്ന്. ചിട്ടിപ്പണം പിടിച്ച് ചിട്ടി നടത്തിയിരിക്കുന്നയാൾ എത്ര തരികടയായിരിക്കും. അയക്ക് മയക്കുമരുന്ന് ലോബി ഇതുമായിട്ടൊക്കെ ബന്ധം കാണും. ചെന്നിയുടെ തൂഫാനിൽ വീണത് VD സതീശനാണ്. ഈ VD സതീശന്റെ വേറൊരു സ്വഭാവം നോക്കും. ഒരു സ്ത്രീ പരാതി പറയാനായിട്ട് അവിടെ ചെന്നപ്പോൾ പറയാം, നിന്റെ സൂക്കേട് തീർന്നു എന്ന് ചോദിച്ചതാണ്. വെറും ചെറ്റയും പറയുകയാണ്. കടൽക്ഷോഭത്തെ പറ്റി ആൾക്കാർ കടലിലേക്ക് കാണാതതിനെ പറ്റി എന്തോ പറഞ്ഞു. പക്ഷെ കടൽക്ഷോഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ട് ഇനിയും ഉണ്ടാവുന്നു. അതല്ല ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നം. എത്ര പെട്ടെന്ന് അന്വേഷണം അല്ല ഇവരെ തെരച്ചിൽ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്.